ധാർമ്മിക മൂല്യങ്ങളിൽ ഊന്നിയ ഒരു വ്യക്തിക്ക് മാത്രമേ നല്ല ഒരു കുടുംബം നിർമ്മിക്കാൻ സാധിക്കൂ. നല്ല കുടുംബങ്ങൾ ഒരുമിക്കുമ്പോൾ നല്ല സമൂഹവും, നല്ല സമൂഹങ്ങൾ ഒരുമിക്കുമ്പോൾ നല്ല രാജ്യങ്ങളും, നല്ല രാജ്യങ്ങൾ ഒരുമിക്കുമ്പോൾ സമ്പുഷ്ടമായ ഐശ്വര്യമാർന്ന ഒരു ലോകം തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും. എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുക എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പരിവർത്തനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇൻ്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ, അഡ്വാൻസ്ഡ് ലൈഫ് കോച്ച്, സർട്ടിഫൈഡ് ഹിപ്നോട്ടിസ്റ്റ് മിസ്റ്റർ ജസ്റ്റിൻ തോമസ് നമ്മോടൊപ്പം ചേരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒത്തിരി ഇൻഫർമേഷൻസ് നമുക്ക് നൽകി. ഈ ആഴ്ചയും ഡോക്ടർ രാജു ഡേവിസ്, ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് നമ്മോടൊപ്പം ചേരുന്നു. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഇഫ് ക്യാരക്ടർ ഇസ് പെർഫെക്റ്റ് റെസ്റ്റ് ഓഫ് ദ തിങ്സ് ഫോളോസ് എന്നുള്ള രീതിയിൽ. അപ്പം ഈ സ്വഭാവം നമ്മൾ രൂപീകരിച്ചാൽ പഠിക്കുന്ന കാര്യങ്ങൾ, ബാക്കി പെരുമാറ്റം, എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഇതിനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയുടെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വളരെ കറക്റ്റായിരിക്കും. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ഈ വ്യക്തി ചെയ്തിരിക്കും. പഠിക്കേണ്ട കാര്യം പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ട പോലെ ഈ വ്യക്തി പഠിച്ചിരിക്കും. അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്കൊരു വ്യക്തി വരണമെങ്കിൽ നല്ല ക്യാരക്ടർ ഉണ്ടായിരിക്കണം. നല്ല ക്യാരക്ടറുള്ള വ്യക്തിക്ക് ടൈം വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ല. ടൈം വേസ്റ്റ് ആക്കാത്ത വ്യക്തി അനാവശ്യ കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നില്ല. മാതാപിതാക്കളെ കൃത്യമായിട്ട് നോക്കണമെന്ന് ഉറച്ച വിശ്വാസമുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ കുടുംബത്തിന് നന്മ ചെയ്യണമെന്ന് ഉറച്ച വിശ്വാസമുള്ളൊരു വ്യക്തി ഒരിക്കലും കഞ്ചാവ് അടിക്കാനോ അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കാനോ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവന് സമയം കിട്ടിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി അവൻ്റെ ശ്രദ്ധ തിരിക്കാനുള്ള സമയം കിട്ടില്ല. കുട്ടി പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നു. ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം വൈകുന്നേരം വീട്ടിലേക്ക് തന്നെ കയറി പോകും. അവൻ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് കറങ്ങി നടക്കുക. കാരണം അവൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, കല്യാണം കഴിച്ച വ്യക്തിയാണെങ്കിൽ വീട്ടിൽ പോവുക, കുടുംബത്തെ നോക്കുക എന്നുള്ളൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ഈ ക്യാരക്ടറിൽ എപ്പോഴും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തൂണ് എന്ന് പറയുന്നത്, ഒരു പില്ലർ എന്ന് പറയുന്നത് ഈ ടൈം മാനേജ്മെൻറ്റാണ്. മറ്റൊന്ന് പറയുന്നത്, ക്യാരക്ടറുള്ള വ്യക്തിക്ക് സത്യസന്ധത ഉണ്ടാവും. മറ്റൊരു പില്ലറാണ് സത്യസന്ധത എന്ന് പറയുന്നത്. ഈ സത്യസന്ധതയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. സത്യസന്ധനായ വ്യക്തി ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുടുംബം അവൻ്റെ കൂടെ നിൽക്കും, സമൂഹം അവൻ്റെ കൂടെ നിൽക്കും. അവൻ ഇടപെടുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ ഇവൻ്റെ കൂടെ ഈ ഒരു പില്ലറിൻ്റെ കൂടെ, ഈ സത്യസന്ധത എന്ന് പറയുന്ന ഈ ക്യാരക്ടറിൻ്റെ കൂടെ നിൽക്കും. മറ്റൊന്ന് പറയുന്നത്, ക്യാരക്ടർ ഫോം ചെയ്യുക എന്ന് പറയുന്നത്, അത് ക്ഷമയിലും അത് സ്നേഹത്തിലും ഒക്കെ ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള മൂല്യങ്ങൾ കൂടി ഈ ക്യാരക്ടറിന്റെ ഭാഗമായിട്ട് വരുന്നു. സാറിന്റെ സ്കൂളിൽ ഇറ്റ്സ് എ റെസിഡൻഷ്യൽ സ്കൂൾ അല്ലേ? അപ്പം ഇറ്റ്സ് എ ഹോം അവേ ഫ്രം ഹോം. അപ്പം സാധാരണ ഡേ സ്കോളേഴ്സ് മാത്രമുള്ള സ്കൂൾസിനേക്കാളും ഇരട്ടി റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ഈ റെസിഡൻഷ്യൽ സ്കൂൾ വരുമ്പോൾ അല്ലേ? അപ്പോൾ യു ഹാവ് ടു പ്ലേ ദ റോൾ ഓഫ് എ പാരൻറ്റ് കൂടെ അതിനൊപ്പം. അപ്പം എങ്ങനെയാണ് സാറ് ഈ ഒരു കുട്ടികൾ റൈറ്റ് ഫ്രം കിൻഡർ ഗാർഡൻ, നമുക്ക് റെസിഡൻഷ്യൽ സെക്കൻഡ് സ്റ്റാൻഡേർഡ് തുടങ്ങി കുട്ടികളുണ്ട്, എങ്ങനെയാണ് ഇവരെ സ്പെഷ്യലി ഈ ക്യാരക്ടർ ഫോർമേഷന് എന്തൊക്കെ കാര്യങ്ങളാണ് സാർ ശ്രദ്ധിക്കുക? ഇതിൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കിട്ടുന്ന 2 തരം കുട്ടികളാണ്. കുറച്ച് പേര് നന്നായിട്ട് പഠിക്കാൻ സമയം കിട്ടാൻ വേണ്ടി വരുന്നു. കൂടുതൽ പേരും നന്നാവാൻ വേണ്ടി വരുന്നു.
നന്നാക്കാൻ വേണ്ടി വിടുന്നു. നന്നാക്കാൻ വേണ്ടി വിടുന്നു. നന്നാവും. പാരന്റ്സ് നന്നാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിടാം. അവരെ കൂടെ സാധിക്കില്ല, കൂടെ കൂടെ ആക്കി എടുക്കും. പിന്നെ ഒരു കുട്ടികളെന്ന് വെച്ചാൽ പഠന വൈകല്യമുള്ള കുട്ടികൾ വരും. എനിക്ക് ഈ പറഞ്ഞൊരു 6 കൊല്ലം മുന്നേ എനിക്കുള്ളൊരു അനുഭവം. ഒരു കുട്ടി 8ാം ക്ലാസ്സിൽ വന്ന് അഡ്മിഷൻ എടുത്തു. UK പഠിച്ചിരുന്നത്. അവിടുന്ന് പാരൻസ് അവനെ കൊണ്ടുവന്നു. വേറെ ഒന്നും പറഞ്ഞില്ല, കണ്ടപ്പോൾ ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല. പറഞ്ഞു വൈഫ് അടുത്തോളം ഇങ്ങോട്ട് മിക്കവാറും ട്രാൻസ്ഫർ ആയി വരും, അല്ല പണി നിർത്തി വരെയാണ്, അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിപ്പിച്ച് നമ്മൾ ചേർത്തു. ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കിയത് ഇയാൾ കഞ്ചാവിൻ്റെ ഒരു കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവിടെ അതിൻ്റെ ഏജൻ്റായിരുന്നു. നോട്ട് ഈസ് അഡിക്റ്റഡ് ടു കഞ്ചാവ്, അവരുടെ ഏജൻ്റായിരുന്നു എന്നുള്ളതാണ്. ഗ്രേഡ് കൂടിയ സംഭവമാണ്. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മൾ അറിയുന്നില്ല. പക്ഷെ നമുക്ക് അഡ്മിഷൻ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് ഇവർ തിരിച്ചു പോകണേക്ക് മുന്നേ ഇവരെ ഒരു ടീച്ചർ കുറച്ച് സംസാരിച്ച് ക്ലാസ് ടീച്ചർ കുറച്ച് സംസാരിച്ച് വന്നപ്പോൾ കുറച്ച് അപാകത എവിടെയോ നമ്മൾ കണ്ടു. അവിടെ നമ്മൾ ഇവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ക്ലാസ് ടീച്ചർ അവനോട് കൂടുതൽ അടുത്തു പെരുമാറി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അവന് പ്രശ്നം ബ്രാൻഡഡ് സാധനങ്ങൾ ധരിക്കാൻ ഉള്ള അത്യാഗ്രഹം കൊണ്ട് അത് വാങ്ങാനുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടി ഈ ബിക്കെയിം എ കാര്യം. അങ്ങനെ കുറേശ്ശെ ഇവനും ഇത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ പിന്നെ പുറത്തു വിടാൻ പറ്റുന്നില്ല, ഒന്നും പറ്റാത്തൊരു അവസ്ഥ നമ്മൾ വയ്ക്കുകയാണ്. പക്ഷെ നമ്മളിവനെ വേറെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ബട്ട് ഈ വാസ് സത്യസന്ധത ഇവനുണ്ട്, നന്നായിട്ട് സത്യം പറയും. ആ ഒരു ഗുണം ഇവനെ നമ്മൾ കണ്ടു. പിന്നെ ഇവൻ്റെ ടീച്ചേഴ്സും ഞങ്ങളും ഒക്കെ ഇവനോട് വളരെ അടുത്ത് പെരുമാറി. വെച്ചാൽ നമ്മൾ അങ്ങനെ നമ്മുടെ ഒപ്പം അവനെ കൊണ്ടു നടക്കുകയും അവന് കുറച്ച് ലീഡർഷിപ്പ് കൊടുക്കുകയും അവന് ക്ലാസ് ലീഡർ ആവുന്നപ്പോൾ ക്ലാസ് ലീഡറാക്കി കൊടുത്തു. അങ്ങനെ അവന് കുറച്ച് പ്രൊമോഷൻ നമ്മൾ കൊടുത്തു, കുറച്ച് പ്രൊമോട്ട് ചെയ്തു അവന്. ഹി വാസ് ടോട്ടലി ടേക്കൺ ഔട്ട് ഫ്രം ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ. അപ്പം അങ്ങനെയുള്ള കുറച്ച് റിസ്ക് കേസുകൾ എപ്പോൾ ഒന്ന് പെടും. പക്ഷെ അത് കണ്ടുപിടിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഹോസ്റ്റൽ നമ്മുടെ സ്ഥാപനം നശിച്ചു. പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ കാര്യം പറഞ്ഞാലും അത് ഒരുപാട് വന്നുപെടും. ഞാൻ സാധാരണ ഒരു വെല്ലുവിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഗിവ് മീ എനി ചൈൽഡ്, ഐ ക്യാൻ മേക്ക് ഹിം എ ട്രൂ സിറ്റിസൺ. അപ്പോൾ എനിക്ക് കുറേ ഇതിനു വേണ്ടി സ്പെഷ്യൽ സെക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ ചേർക്കും. അവരൊക്കെ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള നമ്മൾ അവരൊക്കെ നല്ല നിലയിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഒരു പെൺകുട്ടി ആണെങ്കിൽ ഷിവാസ് ലേണിംഗ് ഡിസബിലിറ്റി മാത്രമല്ല, കുറച്ച് പെരുമാറ്റത്തിൽ ബിഹേവിയർ ഡിസോർഡർ ഉണ്ട്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആൺകുട്ടികളൊക്കെ കൊടുത്ത് ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇങ്ങനെ പാവടയൊക്കെ പൊക്കി ഒന്നുമില്ല, ഇങ്ങനെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ അങ്ങനൊരു കുട്ടി വരെ നമ്മൾ ഉണ്ടായിട്ട് ഇന്ന് അവള് MA സൈക്കോളജി സെൻറ്റ് ജോസഫ്സ് കോളേജിൽ MA സൈക്കോളജി ഫൈനൽ പഠിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കേസുകളിൽ നമുക്ക് കുട്ടികളെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കുറേ നമ്മുടെ സ്ട്രെയിൻ ഉണ്ട്. ഞാനൊക്കെ കാലത്ത് സാധാരണ 8 മണിക്ക് എൻ്റെ സാമർഥ്യം തന്നാൽ ഞാൻ കുട്ടികളോട് മിങ്കിളെയും KG ക്ലാസ്സിൽ പോയിരിക്കും. നമുക്ക് ആരോടും ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമനില തെറ്റാൻ നേരെ പോയിരിക്കുന്നത് KG ക്ലാസ്സിലാണ്. നമുക്ക് ഒരു രണ്ടാമത് എനർജി കിട്ടും. രാത്രി 8 മണിക്കാൻ പോരാറ്. എൻ്റെ സ്കൂളിലെ ഓരോ 8 കുട്ടികൾക്കും 7ാം ക്ലാസ് മുതലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. 6 വരെ കുട്ടികൾക്കൊന്നും വലിയ പ്രശ്നങ്ങളില്ല. 7 എത്തിക്കഴിഞ്ഞാൽ അവർ മെച്യൂരിറ്റിയുടെ സ്വഭാവം കാണിച്ചു തുടങ്ങും. എല്ലാ തരം പ്രശ്നങ്ങളിലേക്കും അവർ വീഴാൻ വരും. അപ്പോൾ ഞാൻ അവിടെ തൊട്ട് ഓരോ 8 കുട്ടികൾക്കും ഓരോ ടീച്ചറെ മെൻ്റർ ടീച്ചേഴ്സായിട്ട് വെച്ചിട്ടുണ്ട്. അവർ സ്ഥിരമായി കുട്ടികളുടെ കൂടെ അടുത്തിടപെടുകയും ഇടയ്ക്ക് അവരെ കൊണ്ട് പുറത്തു പോവുകയും അവരെ കൊണ്ട് സിനിമയ്ക്ക് പോവുകയും അങ്ങനെ അവരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തി പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ വക കാര്യങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഒരു വിജയത്തിൻ്റെ ഒരു അടിസ്ഥാനം. സാറ് പറഞ്ഞതുപോലെ ചെറിയ മൈന്യൂട്ട് അവരുടെ വേരിയേഷൻസ് പോലും എനിക്ക് തോന്നുന്നു പാരൻസ് പോലും ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യില്ല. അതുപോലെയാണ് സാറ് ആ രീതിയിൽ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ
ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാതെ സാധാരണ രീതിയിൽ ഉള്ള കുട്ടികൾ അവരുടെ ചില കാര്യങ്ങൾ ആ ഒരു വാർണിംഗ് സൈനൊക്കെ നമ്മൾ കാണുമ്പോഴത്തേനും ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്താ സാധാരണ നമ്മൾ പിള്ളേർ അനുസരണക്കേട് കാണിച്ചു, ഇല്ലെങ്കിൽ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്തില്ല, ഒരു കള്ളം പറഞ്ഞു, ഇതൊക്കെ നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കില്ല കുഞ്ഞുനാളിൽ. വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമേ അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പം ഈ കുഞ്ഞിലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ക്യാരക്ടറിൻ്റെ കാര്യത്തിൽ? ഇതിലിപ്പം രജനി പറഞ്ഞ കാര്യം, അതായത് സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ട് എന്നുള്ളൊരു ഒരു സെൻറ്റൻസ് പറഞ്ഞു. ഞാൻ പറയുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇങ്ങനെ ആയിരിക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ഡേ ടൈമിൽ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്, മാതാപിതാക്കളുടെ അടുത്തല്ല. അത് അവധി കിട്ടുമ്പോഴോ ഒക്കെയാണ്. ഒരു കുട്ടിയുടെ ബിഹേവിയർ അത് ശരിയായ രീതിയിൽ പ്രകടമാക്കപ്പെടുന്ന ഒരു സന്ദർഭവും സ്കൂളിലാണ്. അപ്പം സ്കൂളുകളുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ ഉത്തരവാദിത്വം ദൈവാനുഗ്രഹത്താൽ സാറും സാറിൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സും അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിന് ഒരു വലിയ അഭിനന്ദനം കൊടുത്തേ മതിയാവുള്ളൂ. അതുകൊണ്ടാണല്ലോ സാറിന് ഈ അവാർഡുകളും കാര്യങ്ങളൊക്കെ സാറിനെ തേടി എത്തുന്നത്. രജനി ചോദിച്ച ചോദ്യം, എന്തൊക്കെ സൈനുകളാണ് നമ്മൾ സാധാരണ രീതിയിൽ കാണുക? നോർമലി നമ്മൾ പേരൻറ്റിങ് അതല്ലെങ്കിൽ ഒരു ടീച്ചിങ് പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് ഒരു കുട്ടിയുടെ സോഷ്യലൈസേഷൻ എങ്ങനെയായിരിക്കും, ആ കുട്ടി മറ്റുള്ളവരോട് പെരുമാറുന്നത് എങ്ങനെയായിരിക്കും, ആ കുട്ടി മാതാപിതാക്കളോട് പെരുമാറുന്നത് എങ്ങനെയായിരിക്കും, കൂട്ടുകാരോട് പെരുമാറുന്നത് എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള ധാരണകളൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ സംസാര രീതി എങ്ങനെയായിരിക്കും, നടക്കുന്നതിൻ്റെ ശാരീരികമായിട്ടുള്ള രീതികൾ എങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു നോർമൽ ധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചുണ്ട്. അവൻ വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ കൂടിയും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. ഇതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതാണ് ഇതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. ഇതിന് വലിയ പഠനമോ എനിക്കതിനുള്ള കഴിവില്ല കൊച്ചിനെ മനസ്സിലാക്കാൻ, എനിക്ക് ഇങ്ങനെയൊന്നും നമ്മുടെ മാതാപിതാക്കളോ ടീച്ചേഴ്സോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലായിട്ടുള്ളൊരു കുട്ടി, ആ കുട്ടി ഒരു 2-2.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കിന് അത്യാവശ്യം കുഴപ്പമില്ല സംസാരിച്ചു തുടങ്ങും, അല്ലേ? ഒരുവിധം സംസാരം ആ കുട്ടിയുടെ വരും. എന്നാൽ ഇതിനൊരു അപാകതയായിട്ട് കണ്ടു കഴിഞ്ഞാൽ, ആ കുട്ടിക്ക് തടസ്സമുള്ളതായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു 3 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 4 വയസ്സുള്ളൊരു കുട്ടി, ആ കുട്ടി മറ്റുള്ള കുട്ടികളെ വല്ലാതെ ഉപദ്രവിക്കുന്നു, ഓക്കെ എന്ന് കണ്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ അതൊരു വ്യത്യാസമുള്ളൂ. നോർമലി കുട്ടികൾ എന്ത് ചെയ്യും? മറ്റു കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സമയമെങ്കിലും സ്നേഹത്തോടു കൂടി പെരുമാറുക, അതിനുശേഷമാണ് എന്തുണ്ടാവുക? ഈ ഉപദ്രവവും പിടുത്തമൊക്കെ ഉണ്ടാകുന്നത്. ഒരു കുട്ടി വല്ലാതെ ഉപദ്രവിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളിൽ എന്തോ ഒരു വ്യത്യാസം ഉണ്ടാകുന്നു. കുട്ടികൾ സാധാരണ മുതിർന്നവരുടെ അടുത്തേക്ക് പോകുന്നതിന് ശകലം മടി കാണിക്കുന്ന കുട്ടികളാണ്. പക്ഷേ മുതിർന്നവരെ അടുത്ത് ഇടപഴകി കഴിയുമ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യും? അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങും. പക്ഷേ ചില കുട്ടികൾ ഒരു കാരണവശാലും മുതിർന്നവരുടെ അടുത്തേക്ക് പോവില്ല. അപ്പോൾ അവിടെ എന്തോ ഒരു അപാകതയുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുകയും ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുകയും ചെയ്യും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ അത് എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചു കുട്ടികളെ, അല്ലേ? ആ ഫ്ലഡ് ടൈമിൽ. അപ്പം ആ ഒരു എക്സ്പീരിയൻസിന് ശേഷം ഇത് അനുഭവിച്ച ഈ കുട്ടികളിൽ വന്ന മാറ്റം ഒന്ന് പറയാമോ? അല്ല, ഏറ്റവും വലിയ മാറ്റം ഉണ്ടായത്, ഞാൻ ഇതിന് ശേഷം ഇതിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനവുമായി അങ്ങനെ പോയപ്പോൾ ഞാൻ കണ്ടത്, ഇവർക്കൊന്നും അതിജീവനത്തിനുള്ള ഒരു മാർഗമില്ലാത്ത അവസ്ഥ വന്നു. വീടെല്ലാം വൃത്തിയാക്കി വന്നപ്പോൾ അവർക്ക് ഒരു കഞ്ഞി വയ്ക്കാനുള്ള പാത്രം പോലും വീട്ടിലില്ലാത്ത അവസ്ഥ വന്നു. അപ്പോൾ ഞാൻ അസംബ്ലിയിൽ പറഞ്ഞു, ഇതാണ് സ്ഥിതി, നമുക്ക് സാധിക്കുന്ന അത്ര ആൾക്കാർക്ക്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ 700 പേർക്കാണ് മനസ്സിൽ കണ്ടത്. പേർക്ക് ഗ്യാസ് സ്റ്റൗവും പ്രഷർ കുക്കറും കിടക്കാൻ കുറച്ച് ബെഡ്ഷീറ്റും ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം. പക്ഷെ എനിക്ക് കിട്ടിയ സംഖ്യ 20 ലക്ഷത്തോളം രൂപയാണ് കുട്ടികളുടെ. അപ്പം അതിൽ നിന്ന് ഞാൻ 2300 അപേക്ഷിച്ച എല്ലാവർക്കും കൊടുത്തു. 5 പഞ്ചായത്തിൽ നിന്ന് അപേക്ഷിച്ച എല്ലാ BPL കുടുംബങ്ങൾക്കും 2300 പേർക്കും ഈ സാധനങ്ങൾ, പ്രഷർ കുക്കർ സാധനങ്ങൾ, ഗ്യാസ് സ്റ്റവ് ഒക്കെ ആയിട്ട് ഞാൻ എല്ലാവർക്കും കൊടുത്തു. അത് കുട്ടികളിൽ നിന്ന് വന്നതാണ്. അപ്പം അത് മാത്രമല്ല, ഞാൻ അത് കൊടുത്തതും അവരെ കൊണ്ടു കൊടുപ്പിച്ചത്. മന്ത്രി ഉണ്ടായിരുന്നു, മന്ത്രിയൊക്കെ ഉദ്ഘാടനം ചെയ്തപ്പോൾ മന്ത്രി എടുത്ത് പറഞ്ഞു 1000 ആൾക്ക് കൊടുത്തു, പിന്നെ കുട്ടികൾ കൊടുക്കുന്നു.
അപ്പോൾ മന്ത്രിയും അത് എഗ്രി ചെയ്തു വെച്ചാൽ ഹി വാസ് ഹാപ്പി. പുള്ളിയാണ് അനൗൺസ് ചെയ്തത്, ഞാൻ ഒരാൾക്ക് കൊടുക്കുള്ളൂ, പിന്നൊക്കെ കുട്ടികൾ അവർ എന്നെ പെടുത്തുക. അവർക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആയിരുന്നു അത്. നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ? ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ആദ്യത്തെ. അപ്പോൾ തകർന്നടിഞ്ഞൊരു കെട്ടറായിരുന്നു. അപ്പോൾ വൃത്തിഹീനമായത്, വെള്ളമില്ല, വളരെ മോശം സ്ഥിതിയിലാകുമ്പോൾ ഞാൻ എല്ലാ ദിവസവും ആശുപത്രിക്ക് പോകും. കാലത്ത് എല്ലാ ദിവസവും ആശുപത്രി ചെല്ലും. അതുകൊണ്ട് എല്ലാവർക്കും പേടിയായി, കുറച്ച് വൃത്തിയായി തുടങ്ങി. അങ്ങനെ ഞാൻ ഫണ്ട് റേസ് ചെയ്ത്, പബ്ലിക് ഫണ്ട് റേസ് ചെയ്ത് ഞാൻ അവിടെ വലിയൊരു കെട്ടിടം പണിതു. ഒരു ബ്യൂട്ടിഫുൾ, ആദ്യമായിട്ട് ഒരു പക്ഷേ ടൈലൊക്കെ ഇട്ട കെട്ടിടം 2000 അവിടെ ആയിരിക്കും പണിത്. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ ടൈലൊക്കെ ഇട്ട വൃത്തിയുള്ള സൈഡ് വാളിലൊക്കെ ടൈലൊക്കെ ഇട്ടിട്ടുള്ള കെട്ടിടം അവിടെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ്, അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ചിലർ വന്ന് ഭക്ഷണത്തിന് കാശില്ല, അതായത് 10 രൂപ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇത് എൻ്റെ മനസ്സിൽ വർഷങ്ങളോളം കിടന്നത്. പിന്നീട് ഞാൻ എൻ്റെ പഴയ സ്ഥാപനത്തിൽ വന്നപ്പോൾ ഞാൻ തന്നെ ആദ്യം ഉച്ചയ്ക്കലത്തെ ഭക്ഷണം ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കുന്നു എന്ന് അനൗൺസ് ചെയ്തു. ഈ ഹോസ്പിറ്റലിലേക്ക് എല്ലാ ദിവസവും വലിയ ഭക്ഷണമില്ല, ചോറും ഒരു സാമ്പാറും ഒരു വറുത്തും ഒരു അച്ചാറുമായിട്ട് എല്ലാ ദിവസവും കൊടുക്കുന്നു. അത് പറഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞു, എന്നാൽ വൈകിട്ടത്തെ രാത്രി, കാലത്ത് അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും, ബ്രെഡും മുട്ടയും കിട്ടും, അപ്പോൾ രാത്രിയിലത്തെ ഭക്ഷണം അവർ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് കൊടുക്കുകയല്ല, നിങ്ങൾ പോയി, അല്ല അത് അതിക്ക് മുന്നേ ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കുട്ടികൾ പോയി വിളമ്പി കൊടുക്കുന്നു പറഞ്ഞു. ഒരു 4-5 കുട്ടികൾ ദിവസവും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ ഈ രംഗം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാറേ ഇന്ന് വൈകിട്ട് ഞങ്ങൾ കുട്ടികൾ കൊടുക്കാം, ഞങ്ങളുടെ സംഭാവന ഞങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ പലതും അവരെ കാണിച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പഴയ MLA ഒരുമിച്ച് ഞങ്ങൾ അമ്മയ്ക്ക് ഒരു കൗൾക്കഞ്ഞി എന്ന ഒരു വലിയ ഒരു കാര്യമുണ്ടായിരുന്നു. പ്രോജക്റ്റ് പോലെ ആരോരുമില്ലാത്ത, നോക്കാനില്ലാത്ത ഒരുപാട് പേരുണ്ട്, ഒക്കെ മക്കളൊക്കെ ഉണ്ട്, നല്ല ജോലിയും മക്കളൊക്കെ ഉണ്ട്, അവരൊന്നും അമ്മേനെ നോക്കില്ല, വയസ്സാറ് നോക്കില്ല. അപ്പോൾ അത് ഒരു പ്രൊജക്റ്റായിട്ട് എടുത്ത് ഞങ്ങൾ ചെയ്ത് അതിലും കുട്ടികളെ ഇൻവോൾവ് ചെയ്തു. വീടുകളിൽ എല്ലാ മാസവും 500 രൂപ വെച്ച് നമ്മൾ അവർക്ക് എത്തിക്കും. എല്ലാ മാസവും അതൊരു 500ഓളം പേർക്ക് ഇത് നമ്മൾ ഫണ്ട് റേസ് ചെയ്ത്, പലയിടത്തായിട്ട് ഫണ്ട് റേസ് ചെയ്ത്, അത് ഒരുപാട് വലിയ ആൾക്കാർ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതിൽ MLA എന്നെ മുൻകൈ എടുത്ത്, TN പ്രതാപൻ എഴുതുന്ന MLA മുൻകൈ എടുത്തിട്ടുണ്ട്. അപ്പം അതിന് ഞങ്ങൾ ഇൻവോൾവ് ആയിട്ട് കുട്ടികളെയും ഇൻവോൾവ് ചെയ്യിച്ച് ഞങ്ങളതിൽ അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ അതിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഞാൻ എപ്പോഴും എന്ത് ചെയ്യുന്നു, അതിൽ കുട്ടികളെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന ഒരു ഇതുണ്ട്. ഇങ്ങനെ വളർന്ന കുട്ടികൾ ഒരിക്കലും അവരെ മാതാപിതാക്കളെ ഇന്ന് കാണുന്ന പോലെ റിജക്റ്റ് ചെയ്യില്ല, അനാശാരത്തില്ല. അത് അവർക്ക് വലിയ പാഠമായിരിക്കും. എനിക്ക് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഒന്ന് അന്വേഷിച്ചാൽ കാണാം, എൻ്റെ പിള്ളേരെ ആരും അവരെ മാതാപിതാക്കളെ തള്ളിയിട്ടുണ്ടാവില്ല. ഇത്രയും കോൺഫിഡൻസോടെ ഒരു വ്യക്തി പറയാണ്, ഞാൻ നമ്മുടെ കുട്ടികളൊന്നും അങ്ങനെ പോയില്ല എന്ന് പറയുന്നതിനേക്കാളും വലിയ ഒരു ഗ്യാരണ്ടി വേറെ എന്തിനാണ് അല്ലേ? അപ്പം അത്രയും അധ്യാപകൻ പറയുമ്പോൾ ഉണ്ടാകുന്ന വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ ഒരു ലെവൽ വേറെയാണ്. ഇപ്പം ഞാൻ സാറിലേക്ക് തന്നെ പോകുന്നത്, കാരണം സാറ് വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഏറ്റവും നല്ല കാര്യങ്ങളും സർവീസും കിട്ടണമെങ്കിൽ ടീച്ചേഴ്സും ഹാപ്പി ആയിരിക്കണം. ബിക്കോസ് സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സ് ഇൻവോൾവ് ആണ്. അപ്പം ടീച്ചേഴ്സിനെയും സാറ് വളരെ കംഫർട്ടബിൾ ആയിട്ട് ആണ് നോക്കുന്നത് അല്ലേ? അവർക്ക് വേണ്ടി സാറ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയാം. ഞാൻ ആദ്യത്തെ കാര്യം, സാറിന് CBSE സ്കൂളിലൊക്കെ ശമ്പളം കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് വളരെ ആക്ഷേപമുള്ളത്. ഞാൻ സർക്കാർ ശമ്പളത്തിൻ്റെ ഏറെക്കുറെ അടുത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ്. കാലത്ത് വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് അവിടെ റെഡിയാണ്. ഉച്ചയ്ക്ക് ചോറുണ്ട്, വൈകിട്ട് ചായയും കൊടുത്താണ് ഞാൻ വിടുന്നത്. ഇത് മാത്രമല്ല, ഓണത്തിന് അവർക്ക് സാരി കൊടുക്കും, ഓണപ്പുടവ കൊടുക്കും, ക്രിസ്മസ് ആയാൽ കേക്ക് കൊടുക്കും. പിന്നെ അവർക്ക് വെൽഫെയർ ഫണ്ടുണ്ട്. അത്യാവശ്യം ഒരു ചികിത്സ മറ്റു കാര്യങ്ങളൊക്കെ വന്നാൽ
10-50,000 രൂപ അതിൽ നിന്ന് ലോൺ എടുക്കാവുന്ന ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ലൈഫ് സേഫാണ്. മാത്രമല്ല ഞാൻ അവർക്ക് പെൻഷൻ സ്കീം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർ 10-30 കൊല്ലം നമ്മളോട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുമില്ലാതെ കൈവീശി ഇറങ്ങി പോകുന്നൊരവസ്ഥ നമുക്ക് കണ്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പെൻഷൻ ഫണ്ട് വലിയ സംഖ്യയൊന്നുമില്ല, അവർക്ക് കഞ്ഞി കുടിക്കാനുള്ള 5,000 രൂപ മാസം അവർ കൊടുക്കും എന്നുള്ള ഒരു ഇത് ഞാൻ കൊടുത്തു തുടങ്ങി. ഇപ്പോൾ നോട്ടീസ് ആപ്പിന് ഒരു 2 പേർ കൊടുത്തു തുടങ്ങി അവർ നമ്മളുടെ. ഇതൊക്കെ കൂടാതെ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ടീച്ചേഴ്സിനുള്ളത്, ഇവരൊക്കെ പുസ്തകത്തിൽ മാത്രം പഠിപ്പിച്ചിട്ടുള്ളൂ. കാരണം എന്ന് പറയുമ്പോൾ ഇവർക്ക് എക്സ്പോഷർ ഇല്ല. എക്സ്പോഷർ ഇല്ല. അപ്പം ഞാൻ ഇവർക്ക് എവറി 4 years 4 കൊല്ലം തയ്ക്കുന്ന ടീച്ചർമാർക്ക് ഒരു വിദേശ ടൂറ് കൊടുക്കുന്നുണ്ട്. അവിടെ കൊണ്ടുപോയി അവിടുത്തെ ലോകം എന്താണെന്ന് കാണിക്കുക, നമ്മുടെ ലോകം എന്താണെന്ന് കാണിക്കുക, അതിൽ നിന്ന് അവർക്ക് പാഠം ഉൾക്കൊള്ളാൻ, അത് ഇവിടെ ക്ലാസ് റൂമിലും അവരുടെ ജീവിതത്തിലൊക്കെ പ്രായോഗികമാക്കാനുള്ള ഒരു അവസരവും ഞാൻ ചെയ്യുന്നുണ്ട്. വാട്ട് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ടീച്ചേഴ്സിലും കുട്ടികളിലും. അത് ശരിക്കും പറഞ്ഞാൽ സാർ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വളരെ മനോഹരമായി ചെയ്യുകയാണ്. യുവതലമുറയെ വാർത്തെടുക്കുക എന്ന് പറയുന്നത്. കാരണം ടീച്ചേഴ്സ് ആണല്ലോ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അവരും കംഫർട്ടബിള്, കുട്ടികളും കംഫർട്ടബിള്. ഇതിനുള്ള ടൈമും ഇതുമൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രേറ്റ് സാക്രിഫൈസ് ആണ്. അപ്പം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പം പല പുസ്തകങ്ങള് കുട്ടികൾക്ക് വേണ്ടി ജസ്റ്റിന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾ ഇപ്പം നമുക്ക് ക്യാരക്ടർ ഒരു ഏത് പ്രായക്കാർക്കാണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ ഈസി ആയിട്ടുള്ളതും ഏറ്റവും ഇനി നമുക്ക് രക്ഷയില്ല ഈ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ അങ്ങനത്തെ ഏജ് വൈസ് അങ്ങനെ വല്ലതും ഉണ്ടോ? രക്ഷയില്ല എന്ന് പറയുന്ന ഏജ് ഇല്ല. ഏത് ഏജിലും നമുക്ക് ക്യാരക്ടർ ഫോർമേഷൻ സാധ്യമാണ്. അത് 70 കഴിഞ്ഞാലും ആ വ്യക്തി വില്ലിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ വില്ലിംഗ്നെസ്സിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ആ വ്യക്തിയിൽ മാറ്റം ഉണ്ടാകും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇനി ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് മാതാപിതാക്കൾ പരസ്പരം ബന്ധപ്പെട്ടാൻ തുടങ്ങുന്ന സമയമാണ് ക്യാരക്ടർ ഫോർമേഷന് ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കല്യാണം കഴിച്ച അല്ലെങ്കിൽ മക്കളുണ്ടാവാൻ ആഗ്രഹിക്കുന്ന ഒരു പുരുഷനും സ്ത്രീയും കൂടി ഒരു കുട്ടി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ബന്ധപ്പെടുന്ന സമയത്ത് അവരുടെ മനസ്സിലുള്ള ചിന്ത എന്താണോ ആ ചിന്ത മുതൽ തുടങ്ങുന്നതാണ് ക്യാരക്ടർ ഫോർമേഷൻ. ഓക്കെ, ജീന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നമ്മൾ വിട്ടുകള, കാരണം നമുക്ക് അതിൻ്റെ അകത്ത് കൺട്രോളില്ല. ഓക്കെ, എന്തെങ്കിലും അങ്ങനെയുള്ള മോഡിഫിക്കേഷൻ, ജീൻ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അത് സെക്കൻഡറി ആയിട്ട് നമുക്കുണ്ടാകുന്നതാണ്. പക്ഷേ ഇവിടം മുതൽ നമുക്ക് കൺട്രോളുണ്ട്. ഞാൻ ഇന്റർകോഴ്സിലേക്ക് ഏർപ്പെടുന്ന ആ ഒരു സമയമുണ്ടല്ലോ, കുട്ടി ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടു കൂടി, ആ സമയം മുതൽ നമുക്ക് കൺട്രോളുണ്ട്. അതിനുശേഷം ഒരപ്പനും അമ്മയും ഈ കുട്ടിയെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നു എന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും 3 വയസ്സോടുകൂടി ഏകദേശം 70 മുതൽ 80% വരെ ക്യാരക്ടർ ഫോർമേഷൻ്റെ ഫൗണ്ടേഷൻ കുട്ടിയിൽ പാകപ്പെട്ട് കഴിഞ്ഞു 3 വയസ്സ് സമയത്തോടു കൂടി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉള്ളൂ കുട്ടിക്ക്. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ പിക്ചറായിട്ട് പതിഞ്ഞിട്ടുണ്ട്. അപ്പൻ നടക്കുന്ന രീതി, അമ്മ നടക്കുന്ന രീതി, ഓക്കെ, അമ്മ പറയുന്ന രീതി, ഇവർ വഴക്ക് കൂടുന്ന രീതി, ചേട്ടൻ നോക്കുന്ന രീതി ഉൾപ്പെടെയുള്ള സകല സാധനങ്ങൾ ഈ കുട്ടിയിലേക്ക് പിക്ചറായിട്ട് പതിഞ്ഞു. പിന്നെയുള്ളൊരു 30%. ഓക്കെ, ഈ 30%ൻ്റെ ഘടകം എന്ന് പറയുന്നത് പിന്നെ 4-ാമത്തെ വയസ്സ് മുതൽ ഇത് തുടങ്ങുവാണ്. ഈ 30%-ലാണ് ബാക്കിയുള്ളവരുടെ ഇൻഫ്ലുവൻസ് എന്ന് വരുന്നത്. ഓക്കെ, അത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ്. നമ്മൾ സാധാരണ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ട്രാൻസാക്ഷൻ അനാലിസിസിൽ സ്ക്രിപ്റ്റ് എന്ന് പറയും. ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന തിരക്കഥ എന്ന് പറയുന്ന സംഭവം ഈ 3 വയസ്സ് വരെയുള്ള സമയത്ത് എഴുതപ്പെട്ടിരിക്കുന്നു. അതിനുശേഷമുള്ള ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന സ്ക്രിപ്റ്റും കൂടി ചേർന്ന് ഒരു 8 വയസ്സോടുകൂടി ഈ കുട്ടി എന്തായിട്ട് മാറും? ഒരു യഥാർത്ഥ സ്ക്രിപ്റ്റിൻ്റെ ഉടമയായിത്തീരും. ഇത് നല്ലതുമാവാം, മോശമാവാം. അപ്പോൾ ഈ 8 വയസ്സിന് വലിയ പ്രാധാന്യമുള്ളത്. ഈ 8-ാമത്തെ വയസ്സിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവനിലുള്ള പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രിപ്റ്റ് റീറൈറ്റിംഗ് പ്രോസസ്സ് നടത്തണം. ഓക്കെ, സ്ക്രിപ്റ്റ് റീറൈറ്റിംഗ് പ്രോസസ്സ് നടത്തണമെങ്കിൽ ഇതുപോലുള്ള ടീച്ചേഴ്സ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഒബ്സർവേഷൻ, കാരണം ഈ 8 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് പ്രകടമായി തുടങ്ങും. എന്താണ് ഇഷ്യൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രകടമായി തുടങ്ങും. ആ സമയത്ത് വേണ്ട രീതിയിൽ അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ സ്ക്രിപ്റ്റ് റീറൈറ്റിംഗ് പ്രോസസ്സ് നടത്തി ഈ കുട്ടിയുടെ ബിഹേവിയറിനെ മാറ്റിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. ജസ്റ്റിൻ പറഞ്ഞ കാര്യത്തോട് ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്. 3 വയസ്സ് വരെയാണ് ഏറ്റവും കൂടുതൽ ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്ന സമയം എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് ഈ 3 വയസ്സ് വരെ കൊച്ചിനെ അമ്മ മാറോട് ചേർത്ത് എപ്പോഴും കൊണ്ട് നടക്കും,
ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വാരി കൊടുക്കണമെങ്കിൽ അതിനിടയ്ക്ക് അമ്പടി മോഹനം കാണിച്ചു കൊടുക്കും, പല സാധനങ്ങൾ കാണിച്ചു കൊടുക്കും, എടുത്തുകൊണ്ട് നടന്നിട്ട് 1 മണിക്കൂർ കൊണ്ടൊക്കെ ഭക്ഷണം കൊടുക്കാറ്. പക്ഷെ ഇന്നെന്താ സംഭവം എന്ന് വെച്ചാൽ നേരെ മൊബൈൽ ഓൺ ചെയ്ത് നേരെ വെച്ച് കൊടുത്ത് ടി വിയുടെ മുമ്പിൽ വെച്ച് കൊടുത്ത് അല്ലെങ്കിൽ മൊബൈൽ ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്നിട്ട് അവനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്ത ഒരു രീതിയിലാണ് ഈ 3 വയസ്സ് വരെ മക്കളെ വളർത്തുന്നത്. ഈ പറഞ്ഞ ഫസ്റ്റ് ഫേസ് തന്നെ പരാജയമായി പോവുകയാണ്. അതിൻ്റെ അകത്ത് എന്താണ് ഇന്നത്തെ കുട്ടികൾക്ക് ഇൻഡെപ്ത് നോളേജോ കാമ്പോ ഇല്ലെന്ന് നമ്മൾ പറയും അല്ലേ? നമ്മൾ സാധാരണ പറയുന്നല്ലേ ഒരു ഡെപ്ത് ആയിട്ടുള്ള സംഭവം ഇല്ല എന്നുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാ. കാരണം ഈ കൊച്ചുനാളിൽ ഈ മൊബൈലും ഈ സാധനം വെച്ച് ആകെ ഈ കൊച്ചിന് അറിയാവുന്ന എന്താണ് കുറച്ച് വീഡിയോ കാണാനും ഇങ്ങനെ തൂക്കാനും. മാതാപിതാക്കൾക്ക് ഭയങ്കര താല്പര്യമാണ് ഇങ്ങനെ തൂക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, ആ ടച്ച് ഫോൺ ഇങ്ങനെ അയ്യോ എൻ്റെ മോൻ സംതിങ് ഭയങ്കര സംഭവമായി. ഓക്കെ, എൻ്റെ മോൾ അങ്ങനെയായി. ഓക്കെ, ഇത് ഭയങ്കര ഇഷ്യമാണ്. ഇപ്പം സാർ ഈ പറഞ്ഞ പോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. ഇത് എന്നിട്ട് അതിന് ഒത്തിരി ഹേർഡിൽസ് ഉണ്ടാവും ഇല്ലേ സാറിന്? അപ്പോൾ അത് മെയിനായിട്ടുള്ള ഇതിന് വരുന്ന കൺസ്ട്രെയിൻസ്, ഈ ക്യാരക്ടർ ഫോർമേഷന് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ മാക്സിമം ചെയ്യുന്നു. എങ്കിലും ബിക്കോസ് പാരൻസ് ചെയ്യേണ്ട വലിയൊരു പങ്കുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മെയിനായിട്ട് വരുന്ന കൺസ്ട്രെയിൻസ് എന്താണ്? അവിടെയാണ് ഞാൻ കണ്ടേക്കുന്ന പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് മുഴുവൻ നമ്മൾ ചെയ്യുന്നതിനെ പരാജയപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് വരുന്നത്. ഇപ്പം ഞാൻ പറയാം, എൻ്റെ ഇവിടെ ഒരു LKG വരുന്ന കുട്ടി, അവൻ വന്നാൽ അവന് ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അവനൊരു കബേർഡുണ്ട്, അവൻ്റെ ഫോട്ടോ ഒട്ടിച്ച കബേർഡ്. അവൻ്റെ ബാഗ് അവൻ കൊണ്ട് അവിടെ വയ്ക്കും, ഒക്കെ അവൻ്റെ കബഡി കൊണ്ട് വയ്ക്കും. വാട്ടർ ബോട്ടിൽ എടുത്ത് വെക്കേണ്ട സ്ഥലത്ത് വയ്ക്കും. അത് കഴിഞ്ഞാൽ ഞങ്ങളവിടെ LKG UKG കുട്ടികൾക്കെല്ലാം 3 നേരം ഭക്ഷണം അവിടെ നിന്ന് കൊടുക്കണം, വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ ഇവൻ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ഇവൻ പോയി അവൻ്റെ ബാഗിൽ നിന്ന് നാപ്കിൻ കൊണ്ടുവന്ന് അവൻ്റെ ടേബിളിൽ വിരിക്കും. അവൻ പ്ലേറ്റ് കൊടുക്കുമ്പോൾ പ്ലേറ്റ് അവിടെ വെച്ച് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അതിൽ പോയ പറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് വാരി അതിലിട്ട് വേസ്റ്റ് ബാസ്കറ്റിലിടും. ഇത് നാപ്കിൻ 4ആയിട്ട് മടക്കി ബാഗിൽ കൊണ്ടുവയ്ക്കും. ഇത് കൃത്യമായിട്ട് അവൻ ചെയ്യും, യാതൊരു തെറ്റില്ലാതെ എല്ലാ കുട്ടികളും കൃത്യമായി ചെയ്യും. ഞാനിടയ്ക്ക് ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ, നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ മക്കളൊക്കെ കൂടെ പഠിക്കുന്നുണ്ട്, ചെന്ന് കയറുമ്പോൾ കാണുന്ന കാഴ്ച, കയറി ചെല്ലുന്ന സ്വീകരണ മുറിയുടെ ആദ്യത്തെ സെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ബാഗ് കിടപ്പുണ്ടാവും, അടുത്ത സെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഷർട്ട് കിടപ്പുണ്ടാവും, അടുത്ത സെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ട്രൗസർ കിടപ്പുണ്ടാവും, അടുത്ത സെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ വീട്ടിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യിക്കാനുള്ള യാതൊരു ഫോളോ അപ്പ് സംഭവമില്ല. അവിടെ പാരൻസ് ഇതിനെ നമ്മളെ തകർത്ത് കളയുന്ന ഒരു വശം അവിടെയാണ്. അതുപോലെ നമ്മൾ വലിയ ക്ലാസ്സിലേക്ക് വന്നാൽ ഇത് തന്നെയാണ്. നമ്മളെന്ത് ട്രെയിൻ ചെയ്യിച്ചാലും അതിനെ നേരെ വിപരീതമായിട്ടാണ് പാരൻസ് ചെയ്യുക. ഒരു ക്യാരക്ടർ ഫോർമേഷന് വേണ്ടി നമ്മൾ നടക്കുമ്പോൾ പാരൻസ് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് ഇതിൽ ഞങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം. സാറിനോടൊപ്പം ഉള്ള ഈ ഒരു യാത്ര ഞങ്ങൾക്ക് മതിയായില്ല, ശരിക്കും പറഞ്ഞു. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എങ്കിലും നമ്മുടെ ടൈം കൺസ്ട്രെയിൻറ്റിൻ്റെ ഭാഗമായിട്ട് വൈൻഡപ്പ് ചെയ്യേണ്ട സമയം ആയതുകൊണ്ട് എന്താണ് സാറിന് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? അതിൽ രക്ഷിതാക്കളുടെ പങ്ക് അവർ നിർവഹിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ചുരുക്കമായി പറയുന്ന ഒറ്റ കാര്യം. അതിലവർ പരാജയപ്പെടുകയാണ്. അവർ അതിന് നമ്മുടെ സ്കൂൾ അതോറിറ്റിയുടെ കൂടെ നിന്നിട്ട് ചെയ്താൽ നമുക്ക് ഭാവിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഒരു നല്ല രാജ്യം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും. എന്തായാലും സാറിൻ്റെ ഈ ഒരു യാത്ര, ഓക്കെ, കുട്ടികളെയും ഈ സമൂഹത്തെ തന്നെ വാർത്തെടുക്കാനുള്ള ഈ ഒരു യാത്രയിൽ ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാവും. മേ ഗോഡ് ബ്ലെസ് യു മോർ ആൻഡ് മോർ ആൻഡ് മേ യു ബി ഏബിൾ ടു ഡു മോർ ആൻഡ് മോർ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ ബീയിങ് ഓൺ. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ശ്രേയസ് ആർജിക്കട്ടെ എന്ന ആശംസയോടെ പരിവർത്തനത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. സ്റ്റേ ബ്ലെസ്ഡ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം